നമസ്കാരം. CPM കേന്ദ്ര കമ്മിറ്റി അംഗവും ഇടതുമുന്നണി കൺവീനറുമായ ജയരാജനെ കേന്ദ്രീകരിച്ചുള്ള ഒരു വിവാദമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കത്തിപ്പടരുന്നത്. ഇടത് വലത് മുന്നണികളിൽ അത് വല്ലാത്ത അസ്വസ്ഥതയായി കത്തിപ്പടരുന്നുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസം പൊട്ടിപ്പുറപ്പെട്ട ഈ വിവാദം കൊഴിപ്പിക്കുന്നതിൽ പതിവ് പോലെ കക്ഷി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ പുലർത്തുന്ന മാധ്യമങ്ങൾ വലിയ പങ്കുവഹിക്കുകയാണ്. ഇത്ര പ്രാധാന്യത്തോടെ മറ്റൊരു കാര്യവും ചർച്ച ചെയ്യാനില്ലെന്ന മട്ടിലാണ് ഈ മാധ്യമങ്ങൾ പെരുമാറുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ശതമാനം വലിയ തോതിൽ കുറഞ്ഞതിനെക്കുറിച്ചോ അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ എങ്ങനെയൊക്കെയാണ് ബാധിക്കുക എന്നതിനെക്കുറിച്ചോ കാര്യമായ ചർച്ചയൊന്നുമില്ലാതെ EP ജയരാജന് പിന്നാലെ പായുകയാണ്. പോളിംഗ് ദിവസം 9 പേരാണ് വോട്ട് ചെയ്യാൻ വരി നിന്നപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചത്. ഇത്രയധികം പേർ മരിക്കാനിടയായത് എന്തുകൊണ്ടാണെന്നോ കൊടും ചൂട് വില്ലനാവുകയായിരുന്നെന്നോ എന്നൊക്കെ അന്വേഷിക്കാനുള്ള താല്പര്യം കാണിക്കാതെയാണ് ജയരാജൻ്റെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചുള്ള അവസാനിക്കാത്ത ചർച്ചകൾ. മുൻ കേന്ദ്രമന്ത്രിയും കേരളത്തിലെ BJP പ്രഭാരിയുമായ പ്രകാശ് ജാവ്ദേക്കറും EP ജയരാജനും തമ്മിൽ മുൻപൊരു കൂടിക്കാഴ്ച നടന്ന കാര്യം ഇരുവരും സമ്മതിക്കുകയുണ്ടായി. തിരുവനന്തപുരത്തെ തൻ്റെ മകൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ചയെന്ന് ജയരാജൻ തന്നെ പറയുകയുണ്ടായി. ഇക്കാര്യത്തിൽ ഇരുവർക്കുമില്ലാത്ത വേവലാതിയാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്. ജാവ്ദേക്കർ ജയരാജൻ കൂടിക്കാഴ്ച മാധ്യമങ്ങൾ വലിയ ചർച്ചയാക്കിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് അരുതാത്തതെന്തോ നടന്നിരിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പ്രതികരണവുമായി രംഗത്തെത്തി. പാപിയോടെ ചേർന്നാൽ ശിവനും പാപിയായിത്തീരും എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി തൻ്റെ അജ്ഞത വെളിപ്പെടുത്തുകയും ചെയ്തു. ഇതേ മുഖ്യമന്ത്രി തന്നെ ജാവ്ദേക്കറുമായി നിരവധി തവണ കൂടിക്കാഴ്ച നടത്തുന്നതിൻ്റെ ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. അതേസമയം താൻ EP ജയരാജനുമായി മാത്രമല്ല കൂടിക്കാഴ്ച നടത്തിയിട്ടുള്ളതെന്നും കേരളത്തിൽ നിന്നുള്ള നിരവധി കോൺഗ്രസ്, CPM, CPI നേതാക്കളുമായും ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്നും അതിൽ തെറ്റൊന്നുമില്ലെന്നാണ് ജാവ്ദേക്കർ വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിൽ നിന്നുള്ള എല്ലാ കോൺഗ്രസ് MPമാരുമായും താൻ ചർച്ച നടത്തിയിട്ടുള്ള കാര്യം ജാവ്ദേക്കർ എടുത്തു പറഞ്ഞു. ഇതിലെന്താണ് തെറ്റെന്നും ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതേപ്പറ്റിയുള്ള ചർച്ചകൾ അപ്രസക്തമാണെന്നും ജാവ്ദേക്കർ അഭിപ്രായപ്പെടുകയുണ്ടായി. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ദല്ലാൾ നന്ദകുമാരന്മാരല്ലല്ലോ. 10 വർഷമായി കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്ത ബോധമുള്ള നേതാവാണ് ജാവ്ദേക്കർ. കേരളത്തിലെ പാർട്ടി കാര്യങ്ങളിലെ ചുമതലക്കാരനുമാണ്. ആ നിലയ്ക്ക് രാഷ്ട്രീയ രംഗത്തെ പലരുമായും കൂടിക്കാഴ്ചകൾ നടത്തുന്നതും ചർച്ചകളിൽ ഏർപ്പെടുന്നതും സ്വാഭാവികമാണ്. ജാവ്ദേക്കർ ജയരാജനെ കണ്ടതിൽ ഇരിക്കപ്പുറതിയില്ലാത്തത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. CPMൻ്റെയും BJPയുടെയും നേതാക്കൾ ആരെയൊക്കെ എപ്പോഴൊക്കെ കാണണമെന്നും എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടതെന്നും തീരുമാനിക്കാൻ സതീശൻ ആരാണ് അധികാരം നൽകിയിട്ടുള്ളത്? താൻ നിരവധി കോൺഗ്രസ് നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും ജാവ്ദേക്കർ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതിനെക്കുറിച്ച് സതീശൻ എന്താണ് പറയാനുള്ളത്? ജാവ്ദേക്കർ BJPയുടെ നേതാവാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ എതിരാളികളായല്ല പ്രതിയോഗികളായി കാണുന്ന പാരമ്പര്യമാണ് BJPക്കുള്ളത്.